ഹലോ, ചേട്ടനച്ഛനാണ്. സുഖമാണെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും. ഇപ്പോൾ ഞാനുള്ളത് തലശ്ശേരി അതിരൂപതയിൽ മാലും ഫൊറോനയിലുള്ള അതിരുമാവ് എന്ന പേരുള്ള ഒരു ഇടവകയിലാണ്. നേരത്തെ ഉണ്ടായിരുന്നത് 2025 മെയ് 10 മുതൽ സെപ്റ്റംബർ 27 വരെ ഞാൻ ഉണ്ടായിരുന്ന ഒരു 4 മാസം എന്ന് പറയുന്നത് തലശ്ശേരി അതിരൂപതയിൽ തന്നെ പെട്ട മേരിഗിരി ഫൊറോനയിലായിരുന്നു. വിശുദ്ധ കുർത്തറീസ്യ പുണ്യപുത്ര നാമധേയത്തിലുള്ള ദേവാലയമാണ്. അതിമനോഹരമായൊരു ദേവാലയം എന്ന് വെച്ചാൽ ആ വീഡിയോസെല്ലാം ഞാൻ ഇതിനു മുൻപേ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 800-നും 1000-നും ഇടയിൽ ഇടവക കുടുംബങ്ങളുള്ള വളരെ മനോഹരമായൊരു ദേവാലയം. ആ ഇടവകയിലായിരുന്നു കഴിഞ്ഞ 4-4.5 മാസത്തോളം. ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ, പാഠങ്ങളിലൂടെ ഞാൻ കടന്നുപോയ 4 തീർച്ചയായിട്ടും ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഓരോ പാഠങ്ങളാണ്. ഓരോ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ വഴി നടത്തുന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഓരോ സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ദൈവം നമ്മളെല്ലാവരെയും വഴി നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ അവസ്ഥകളും ഉറപ്പായി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. പക്ഷെ അതിന് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ച് ഞാൻ വളരും, നമ്മൾ വളരും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. ആ ഒരു 4-4.5 മാസം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്ന വളരെ മനോഹരമായിട്ടുള്ള 4-4.5 മാസങ്ങളായിരുന്നു. സ്നേഹനിധികളായിട്ടുള്ള ഒത്തിരിയേറെ പേരെ കണ്ടുമുട്ടുവാനും ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുവാനും ഈ ഒരു ദൈവവിളിയോട് അവർക്കുള്ള അത്രയും വലിയൊരു ആഗ്രഹവും തീക്ഷ്ണതയും ഒക്കെ തിരിച്ചറിയുവാനും ആ സ്നേഹമൊക്കെ അനുഭവിച്ച് അവരിൽ ഒരു വ്യക്തിയായി ജീവിക്കാനായിട്ട് സാധിച്ച വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം 4.5 മാസം എന്ന് പറയുന്നത് അത്ര വലിയ ദിവസം, ഏതാണ്ട് ഒരു 120-130 ദിവസങ്ങൾ മാത്രം. അത് തീരെ ചെറുതാണ് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഓർക്കുന്ന, മിസ് ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. തീർച്ചയായും ആ ഇടവകയുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാവരെയും ഒത്തിരിയേറെ ഓർക്കുകയും അവർ നൽകിയ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ആ ഇടവകയിൽ ഞാൻ പഠിച്ച ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അനുഭവങ്ങളുടെ കാര്യത്തിൽ, ജീവിതാവസ്ഥകളുടെ അനുഭവങ്ങളിൽ നിന്നും അവർ പറഞ്ഞു തന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവരെനിക്ക് പറഞ്ഞു തന്ന രീതികൾ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെയാണ് തീർച്ചയായും ആ ഒരു 4.5 മാസം ഞാനെന്ന് പറയുന്ന വ്യക്തി വളർന്ന്, ഞാൻ പറഞ്ഞ പുരോഹിതൻ വളർന്നത്. ഒത്തിരി നന്ദിയുണ്ട് മേരിഗിരി ഇടവകയോട്. നൽകിയ എല്ലാ സ്നേഹത്തിനും, എല്ലാ കരുതലിനും, പരിഗണനയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പരിമിതികളും പോരായ്മകളും ഉണ്ടായിട്ടും നിങ്ങൾ ചേർത്ത് പിടിച്ചു. എപ്പോഴാണെങ്കിലും സംസാരിക്കുവാനും നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾ തന്നിരുന്നു. ആ സ്വാതന്ത്ര്യത്തിനും സ്നേഹത്തിനും പരിഗണനയ്ക്കുമൊക്കെ എങ്ങനെ നന്ദി പറയണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾ എന്നെ കണ്ടു, എന്നെ പരിഗണിച്ചു. കുടുംബത്തിൽ ഒരാളായിട്ട് നിങ്ങൾ എന്നെ വളർത്തി. അതിനെല്ലാം ഞാൻ നിങ്ങളോട് ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി തന്നെ നന്ദി പറയുന്നു. അവിടെ നിന്ന് വന്ന ദിവസം തീർച്ചയായിട്ടും എല്ലാവരെയും ഒരുപോലെ കണ്ട് സംസാരിക്കാൻ നന്ദി പറയാണ്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. നൽകിയ ഓരോ പാഠങ്ങളും, ഞാൻ അവിടെ നിന്ന് പഠിച്ച ഓരോ കാര്യങ്ങളും ഇനിയും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മേരിഗിരി ഇടവകയ്ക്ക് വേണ്ടി, അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മിസ് ചെയ്യും, ഒത്തിരി പേരെ മിസ് ചെയ്യും. കാരണം ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 120 ദിവസം അല്ലെങ്കിൽ 130 ദിവസം, 4-4.5 മാസം എന്ന് പറയുന്നത് ഞാൻ ആ ഇടവകയുടെ ഭാഗമായിരുന്നു. എൻ്റെ അഡ്രസ്സ് അത്രയും നാൾ മേരിഗിരി ഇടവകയായിരുന്നു. എനിക്ക് വന്ന കത്തുകൾ, എനിക്ക് വന്ന ലെറ്ററുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ആ ഇടവകയുടെ പേരിലാണ് വന്നത്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ആ 4-4.5 മാസം എന്ന് പറയുന്നത്. അതൊരിക്കലും മാറ്റാൻ സാധിക്കുന്നതല്ലോ, ചെയ്യാതിരിക്കില്ലല്ലോ. കാരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ഒരു മാറ്റം. മറ്റൊരു പള്ളിയിൽ വികാരിയായിട്ടാണെങ്കിൽ പോലും പെട്ടെന്നൊരു മാറ്റമായിരുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മിസ് ചെയ്യും. ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തോടു കൂടി, ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടി അല്ല ഈ വീഡിയോ എന്നുള്ള കാര്യം എനിക്കറിയാം. എങ്കിലും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി നന്ദി. പുതിയ ഇടവക അതിരുമാവ് എന്നാണ് ഇടവകയുടെ പേര്. ആ ഇടവകയെക്കുറിച്ചുള്ള വീഡിയോ ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതാണ്. ഇവിടേക്ക് വികാരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്രയും നാൾ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. ഇപ്പോൾ വികാരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന പ്രത്യേകം എന്നെ ഓർക്കണം. ഈ ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി ചെയ്യുവാനും ഭംഗിയായി മുന്നോട്ട് ദൈവഗീതം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.